ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇന്നൊരു സ്പെഷ്യൽ ബ്രെഡ് പക്കോട ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മൾ ഉള്ളിൽ സ്പെഷ്യൽ മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് ഈ ബ്രെഡ് പക്കോട തയ്യാറാക്കുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമാണ് കേട്ടോ അതിൽ സ്പെഷ്യൽ മസാല എന്തൊക്കെയാണ് ഇടണമെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് സ്റ്റഫ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു 4 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, അല്പം ബ്ലാക്ക് സാൾട്ട്, നമുക്ക് നോർമൽ സാൾട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചില്ലി പൗഡർ വേണമെങ്കിലും ഇടാവുന്നതാണ്. ചോപ്പ് ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഗ്രീൻ ചില്ലി, ഒരല്പം ചോപ്പ് ചെയ്ത മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങോട്ട് മാഷ് ആവരുത്. ഒരല്പം ചാട്ട് മസാലയും കൂടി ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. നമ്മൾ ചാട്ട് മസാല നമ്മൾ വേറെ ഒരു മിക്സിൽ നമ്മൾ ഇടുന്നതുകൊണ്ടാണ് ഇതിൽ ചാട്ട് മസാല ഇടാതിരുന്നത് കേട്ടോ. നമ്മൾ ഒത്തിരി അങ്ങോട്ട് മാഷ് ആക്കരുത്. നമുക്ക് ആ ബ്രെഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ പീസ് നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ മാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്കൊരല്പം ഗ്രീൻ ചട്നി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ യോഗട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും, ആവശ്യത്തിന് നമുക്ക് ഗ്രീൻ ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പിടി മല്ലിയിലയും കൂടി നന്നായിട്ട് വാഷ് ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം ജീരകം, അല്പം ചാട്ട് മസാല, അല്പം ബ്ലാക്ക് സാൾട്ട്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ ഒരു ഗ്രീൻ ചട്നി ഈ ഒരു ബ്രെഡ് പക്കോടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ തന്നെ നമ്മൾ ഒരല്പം ലെമൺ ജ്യൂസും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു ബോളിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു സ്പൈസി മസാല പൗഡറും കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാം. ബ്രെഡ് പക്കോടയ്ക്ക് സീസണിങ്ങിന് വേണ്ടിയിട്ട് ഒരു മസാല പൗഡർ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഒരു ജാറിലോട്ട് അല്പം സ്കിന്നോടുകൂടി ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ആണ് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ചാട്ട് മസാലയും അല്പം ബ്ലാക്ക് സാൾട്ടും, ഒരല്പം ഡെസിക്കേറ്റ് കോക്കനട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതില്ലെങ്കിൽ നമുക്ക് ഫ്രഷ് കോക്കനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ നമുക്കൊന്ന് പൗഡർ ആക്കി എടുക്കാം. ഫുള്ളായിട്ട് അങ്ങോട്ട് കറക്കരുത്. നമ്മൾ ക്രഷ് ചെയ്തിട്ട് വേണം ഇതേപോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫുള്ളായിട്ട് അങ്ങോട്ട് കറക്കി കഴിഞ്ഞാൽ ഭയങ്കര പേസ്റ്റ് പോലെ ആയിപ്പോവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് വേണം നമ്മൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ബ്രെഡിൽ സ്റ്റഫ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ബ്രെഡ് നിരത്തി വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ച സീസണിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് എല്ലാ ബ്രെഡിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സീസണിങ് പൗഡർ നമുക്ക് തയ്യാറാക്കിയിട്ട് നമുക്കൊരു നല്ലൊരു കണ്ടെയ്നറിലൊക്കെ ആക്കി അടച്ചു വയ്ക്കുകയാണെങ്കിൽ പല സാൻഡ്വിച്ചിൻ്റെ കൂടെയും പല ഫ്രൈഡ് ഐറ്റംസിൻ്റെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പൗഡറാണ് കേട്ടോ, സീസണിങ് പൗഡറാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല നമ്മുടെ ഈ ബ്രെഡിൻ്റെ മേലിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. മുളക് ബജിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു മസാല മുളക് സെൻറ്റർ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ബാറ്ററിൽ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും മുളക് ബജിക്കൊക്കെ. അപ്പോൾ ഇതേപോലെ ഒരു മസാല തയ്യാറാക്കണമെങ്കിൽ നമുക്ക് കുറേ ഡിഷിന് നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ 2 ബ്രെഡിൻ്റെ എല്ലാ സൈഡിലും നമ്മൾ നമ്മുടെ മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ 2 ബ്രെഡിൻ്റെ മേലിലായിട്ട് നമ്മൾ ഗ്രീൻ ചട്നിയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു ഗ്രീൻ ചട്നിയും അതേപോലെ തന്നെ നമ്മുടെ സ്പൈസി പൗഡറും ഈ ആലുവിൻ്റെ മിക്സും കൂടി ആവുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ബ്രെഡ് പക്കോട. ഒരു തവണ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ മറ്റേ ബ്രെഡും കൊണ്ട് ഇത് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ സൈഡ് ലേശം ഹാർഡായത് കൊണ്ട് ഞാനിവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ മേടിക്കുന്ന ബ്രെഡൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഈ സൈഡ് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് പല ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഈ ബ്രെഡ് കട്ട് ചെയ്യാം. അത് നമുക്ക് സ്ക്വയർ ആണെങ്കിലും കട്ട് ചെയ്യാം, ഡയമണ്ട് ഷേപ്പ് കട്ട് ചെയ്യുക, അതേപോലെ തന്നെ ഫിംഗർ ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഏത് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യണം എന്നുള്ളത്. ഞാനിവിടെ 2 ബ്രെഡ് കട്ട് ചെയ്യാതെയും അതേപോലെ തന്നെ 2 ബ്രെഡ് കട്ട് ചെയ്തിട്ടുണ്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ കാണാൻ നല്ല ഭംഗിയാണ്. ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടലമാവും കൊണ്ട് ഒരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബോള് കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അല്പം കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല ക്രിസ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് നമുക്ക് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം ബ്ലാക്ക് സാൾട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് സാൾട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ.
അതില്ലെങ്കിൽ നമുക്ക് നോർമൽ സോൾട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കസൂരി മേത്തി നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ ഒരു ബാറ്റർ തയ്യാറാക്കുമ്പോൾ. ഒരല്പം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. നമുക്കിതിൽ അജ്വാൻ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല ദഹനത്തിന് നല്ലൊരു ഇതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല. നമുക്കപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു ബാറ്റർ പോലെ തയ്യാറാക്കി എടുക്കാം. ഒത്തിരി ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡിൽ പിടിക്കില്ല. പക്ഷെ ഒത്തിരി തിക്കും ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കോട്ടിംഗ് ആയി പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാണ്. നമ്മുടെ ബ്രെഡ് എല്ലാം സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓയിൽ നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. നേരെ നമ്മുടെ ബാറ്ററിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നേരെ നല്ല ചൂടുള്ള ഓയിലിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്ററിൽ നമുക്ക് ആലു ബോണ്ട, അതേപോലെ തന്നെ ബജ്ജി, അതേപോലെ തന്നെ എഗ് പക്കോട ഇതെല്ലാം ഫ്രൈ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ബ്രെഡ് ഫുള്ളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് പല ഷേപ്പായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാലും കാണാൻ നല്ല ഭംഗിയാണ്. ഇതേപോലെ നല്ല ചൂടുള്ള എണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂട് കുറവാവുകയാണെങ്കിൽ നമ്മുടെ ബ്രെഡിലൊക്കെ എണ്ണ കുടിക്കണ്ടോ. അപ്പം അത് കാരണം കൊണ്ട് നല്ല ചൂടുള്ള എണ്ണയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പക്കോട നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കോൺഫ്ലോറും കൂടി നമ്മൾ ആ ബാറ്ററിൽ ഇട്ട് കൊടുത്തു കാരണം കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും. കാരണം അതിലൊരു സ്പെഷ്യൽ മസാലയൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ കഴിക്കണ സമയത്ത് നല്ലൊരു എരിവും പുളിയും എല്ലാം നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഒരു അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത ബ്രെഡ് ഇതേപോലെ നാലാക്കി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലേറ്റിൽ ഗാർണിഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്ത് ഭംഗിയാണ് നമുക്ക് പ്ലേറ്റിൽ കാണാൻ വേണ്ടിയിട്ട്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഗ്രീൻ ചട്നിയും അതേപോലെ തന്നെ അല്പം കെച്ചപ്പിൻ്റെ കൂടി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പുതിയ റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.